വീട്ടിൽ നടക്കുന്ന പ്രസവവുമായി ബന്ധപ്പെട്ട് അതിനെ സപ്പോർട്ട് ചെയ്യുന്നവരും അതിനെ അനുകൂലിക്കുന്നവരൊക്കെ ഉണ്ടാവുമല്ലോ. അവരൊക്കെ ഈ ഡോക്ടർ പറയണമെന്ന് കേട്ട് നോക്കും. എന്നിട്ട് ഇങ്ങനത്തെയുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുക. അതാണ് അപ്പോൾ ഞാൻ നല്ലത്. നാച്ചുറൽ പ്രസവത്തെക്കുറിച്ച് അതിനുശേഷം ബർത്ത് സർട്ടിഫിക്കറ്റിൻ്റെ ഒരു വിവാദത്തെക്കുറിച്ച് കണ്ടു കഴിഞ്ഞ് ഒരുപാട് അവരുടെ തന്നെ ഒരുപാട് ഇൻ്റർവ്യൂസിൽ എന്തുകൊണ്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോകണ്ട, എന്തുകൊണ്ട് വീട്ടിൽ പ്രസവിക്കണം എന്നിങ്ങനെയുള്ള ചർച്ചകളെല്ലാം തന്നെ കണ്ടു കഴിഞ്ഞു. ഞാൻ ആദ്യം തന്നെ ഇത്ര അധികം കേസുകൾ ജീവിതത്തിൽ കണ്ടിട്ടുള്ള ഒരാളായതുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കട്ടെ, വീട്ടിൽ പ്രസവിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ ഫറാൻ സപ്പോർട്ട് ചെയ്യും? ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല. കാരണം ഗവൺമെൻറ്റും പ്രൈവറ്റുമായിട്ട് ഇത്രയും സംവിധാനങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള സാഹചര്യത്തിൽ നമ്മൾ എന്തിനാണ് അറിഞ്ഞുകൊണ്ട് ഒരു റിസ്കിലേക്ക് എടുത്ത് ചാടേണ്ട കാര്യം? ഒന്നത്, ഇന്ന് ഓരോ ജനിച്ചു വീഴുന്ന കുട്ടിയും പ്രഷ്യസ് ആണ്. കാരണം ഹി ഓർ ഷീ ഈസ് ഗോയിങ് ടു ബി സിറ്റിസൺ. അതിനൊരു വാല്യൂ ഉണ്ട്. അതിനെ നമ്മളൊരു ഹൈ റിസ്കിലോട്ട് കൊണ്ടുപോയിട്ട് നശിപ്പിക്കാൻ പറ്റില്ല. നമ്മുടെ ഒരു കുഞ്ഞ് ഈ രാജ്യത്തെ പൗരനായിട്ട് മാറണം എന്നുള്ളതുണ്ടെങ്കിൽ അതിനെ സേഫർ സോണിൽ, സേഫർ എൻവയറമെൻറ്റിൽ ഡെലിവറി നടത്താനുള്ള സിസ്റ്റം നാട്ടിലുണ്ട്. അത് പണമില്ലാത്ത ആൾക്കാരാണെങ്കിൽ ഗവൺമെൻറ് സിസ്റ്റം അത്രയും വലുതായി കഴിഞ്ഞു. അതേപോലെ പ്രൈവറ്റ് ഹോസ്പിറ്റൽസും അതുപോലെ മുന്നോട്ട് പോയി കഴിഞ്ഞു. ഇപ്പം ഒരു ബേബിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തൊട്ടടുത്ത് നമ്മുടെ ആ ഒരു ഹോസ്പിറ്റൽ സെറ്റിങ്ങിൽ തന്നെ ഏറ്റവും നല്ല NICUs, ഏറ്റവും നല്ല നിയോനറ്റോളജിസ്റ്റ്, ഇവരെ രക്ഷിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. ഇതെല്ലാം ഇരിക്കവേ ഞാൻ വീട്ടിൽ നിന്നേ പ്രസവിക്കൂ എന്ന് പറയുന്നത് വളരെ വളരെ എന്താ പറയുക, വിവരമില്ലായ്മയാണ്.